സൺ ഓഫ് റൈച്ചസ്നസ്, പ്രത്യേകിച്ചൊന്നുമല്ല, സേവിയർ, ദ ഗ്രേറ്റ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. സൺ ഓഫ് റൈച്ചസ്നസ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ കാരണം നീതിയുടെയും സത്യത്തിൻ്റെയും ഉദയ സൂര്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനെ തന്നെയാണ് പറഞ്ഞിരുന്നത് മെസ്സിയ, അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ വേറൊരു പേരുണ്ടായിരുന്നു അദ്ദേഹത്തിന് വിശേഷിപ്പിച്ചിരുന്നത് ദ കോർണർ സ്റ്റോൺ. കോർണർ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ജെൻറ്റൈൽസും ജ്യൂസും തമ്മിലുള്ളൊരു ഫാക്ഷൻസ് ഉണ്ടായിരുന്നു. ആ ഫാക്ഷൻസിൽ നിന്ന് അവർ റിക്കൺസിലിയേഷന് വേണ്ടിയിട്ട് ശ്രമിച്ച ഒരാളാണ് ഇത്. അപ്പോൾ രണ്ട് കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത് രണ്ട് വാൾസ് തമ്മിൽ കൂട്ടിമുട്ടുന്നിടത്ത് വയ്ക്കുന്ന ഒരു സ്റ്റോണിനെയാണ് കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോർണർ സ്റ്റോൺ എന്ന് പറയുന്ന ഈ രണ്ട് ഭിത്തികളെയും യോജിപ്പിക്കുന്ന ഒരു സ്റ്റോൺ തന്നെയാണ് കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത്, മൂലക്കല്ല് എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലുള്ള മക്കളെ നമ്മൾ പറയുന്നത് കോർണർ, ഷീസ് എ കോർണർ സ്റ്റോൺ. ഹൗസ് എ ബേബി, വാസ് എ ബേബി, ഇറ്റ്സ് എ കോർണർ സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടിയാണെന്ന് പറയില്ല. പെൺകുട്ടീനെ എവിടെയെങ്കിലും നമ്മൾ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവർ ആരാണ് ചെയ്യുന്ന രണ്ട് ഫാമിലീസിനെ, പെണ്ണിൻ്റെ അവളുടെ ഫാദർ ഇൻ ലോയെയും അവരുടെ ഫാമിലിയും അതുപോലെ തന്നെ അവളുടെ ഫാമിലിയിലെ മെമ്പേഴ്സിനെ എല്ലാം കൂടി രണ്ടുപേരുടെ ഒന്നിപ്പിക്കുന്ന ഒരു മകളാണ് കോർണർ സ്റ്റോൺ.